നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ബ്ലിറ്റ്സ് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ജർമ്മനിയിലെ ഷേൺസ്റ്റാഡ് സഭയുടെ പ്രോവിഡൻസ് പ്രോവിൻസ് അംഗവും എറണാകുളം അങ്കമാലി മഞ്ഞപ്ര കൊല്ലക്കോട് ഇടവക അംഗവുമായ ഫാദർ ജിജു കിലുക്കൻ ജർമ്മനിയിൽ അപകടത്തിൽ മരിച്ചു. 47 വയസ്സായിരുന്നു. ജർമ്മനിയിലെ ശുശ്രൂഷയ്ക്കായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജർമ്മനിയിൽ ഉപരിപഠനത്തോടൊപ്പം വൈദിക ശുശ്രൂഷയും ചെയ്തു വരികയായിരുന്നു. ഏപ്രിൽ 20 തിങ്കളാഴ്ച വൈകുന്നേരം 5:15 സംഭവം. മ്യൂണിക്കിലെ ഷ്വാബിംഗ് വെസ്റ്റ് നോർഡ് ഫ്രീത്തോഫ് ഊബാൻ സ്റ്റേഷനിലുണ്ടായ അപകടത്തിലാണ് അച്ഛന് ദാരുണാന്ത്യം സംഭവിച്ചത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് അച്ഛൻ ബാൻ വരുന്നത് കണ്ട് ബാനിൽ കയറാൻ തയ്യാറെടുക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി പാളത്തിലേക്ക് വീഴുകയും സ്റ്റേഷനിലേക്ക് വന്ന ട്രെയിൻ ഇടിക്കുകയുമായിരുന്നു. മ്യൂണിക് ട്രാഫിക് പോലീസ് കേസ് ഏറ്റെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് അച്ഛനാണെന്ന് സ്ഥിരീകരിച്ചത്. മ്യൂണിക് ട്രാഫിക് പോലീസ് റിപ്പോർട്ടിലെ പ്രധാന വിവരങ്ങൾ അനുസരിച്ച് അപകടം നടന്നത് തിങ്കളാഴ്ച വൈകുന്നേരം 5:15 പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഊബാൻ ലൈൻ 6 പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന അച്ഛൻ അപ്രതീക്ഷിതമായി പാളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ്. പാളത്തിലേക്ക് വീണത് കണ്ട ഉടൻ തന്നെ ട്രെയിൻ ഡ്രൈവർ എമർജൻസി ബ്രേക്ക് അതായത് ഗഫാറൻ ബ്രംസുങ് ഇട്ടെങ്കിലും ട്രെയിൻ വേഗതയിൽ ആയിരുന്നതിനാൽ ഇടി ഒഴിവാക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ അച്ഛൻ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മ്യൂണിക് പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സംഭവത്തിൽ മറ്റ് അസ്വാഭാവികതകൾ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരം മറ്റൊരാളുടെ പ്രേരണയോ തള്ളലോ അപകടത്തിന് പിന്നിലില്ല. അതായത് അച്ഛൻ തനിയെ പാളത്തിലേക്ക് വീണതാണെന്നാണ് പോലീസ് നിഗമനം. അപകടത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ്. എങ്കിലും ഏത് സാഹചര്യത്തിലാണ് അച്ഛൻ പാളത്തിലേക്ക് വീണത് എന്നതിനെ കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അപകടത്തെ തുടർന്ന് ഊബാൻ സർവീസുകൾ മണിക്കൂറോളം തടസ്സപ്പെട്ടിരുന്നു. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരായ വൈദികനും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ആശുപത്രിയിൽ എത്തി. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ടും ജർമ്മനിയിലെ മലയാളി വൈദികർക്കിടയിലും വിശ്വാസികൾക്കിടയിലും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. വിടവാങ്ങിയത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വിശ്വാസികളെ ചേർത്ത് പിടിച്ച വൈദികനാണ്. ജർമ്മനിയിലെ മലയാളി വൈദിക സമൂഹത്തിനും മലയാളി സമൂഹത്തിനും വലിയ നോവായി ഫാദർ ജിജു കിലുക്കന്റെ വിയോഗം. ചെറുപ്രായത്തിൽ തന്നെ അറിവിന്റെയും സേവനത്തിന്റെയും പാതയിൽ എന്നും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന കർമ്മധീരനായ ഒരു വൈദികന്റെ ജീവൻ പൊലിഞ്ഞത് ആർക്കും വിശ്വസിക്കാനാവാത്ത സംഭവമായി. ജർമ്മൻ ഭാഷാ പഠനം പൂർത്തിയാക്കി സഭാപ്രവർത്തനങ്ങളിൽ സജീവമാകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ദുരന്തം. അച്ഛന്റെ സേവന വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഷോൺസ്റ്റാറ്റ് പാറ്റേഴ്സ് സഭാംഗമായ ഫാദർ ജിജു പഠനത്തിലും അധ്യാപനത്തിലും ഒരുപോലെ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു. കേരളത്തിലെയും കർണാടകത്തിലെയും പഠനത്തിന് ശേഷം 2008 ഒക്ടോബർ 25 അദ്ദേഹം വൈദികനായി അഭിഷിക്തനായത്. കേരളത്തിലെ വിവിധ ഇടവകളിൽ സേവനം ചെയ്ത ശേഷം ഷോൺസ്റ്റാറ്റ് വൈദികരുടെ കീഴിലുള്ള ജീലാലിയ ബോയ്സ് ഹോമിൽ 4.5 വർഷത്തോളം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. നിർധനരായ കുട്ടികളുടെ ഉന്നമനത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. അക്കാദമിക് മികവ് നോക്കിയാൽ മലയാളം ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അച്ഛൻ മേരിമാത ഷേൺസ്റ്റാട്ട് അക്കാദമിയിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. 2018 മുതൽ 2023 വരെ സെമിനാരി റെക്ടറായും പ്രവർത്തിച്ചു. 2023 സെപ്റ്റംബർ 21 ഫാദർ ജിജു ജർമ്മനിയിലെത്തിയത്. ബോണിൽ നിന്ന് ജർമ്മൻ ഭാഷാ പഠനം ആരംഭിച്ച അച്ഛൻ ചുരുങ്ങിയ കാലം കൊണ്ട് C1 ലെവൽ വിജയകരമായി പൂർത്തിയാക്കി. മ്യൂണിച്ചിലെ ലൈം ഇടവകയിലെ പാസ്റ്ററൽ ടീമിൽ പാർട്ട് ടൈം ജോലി ചെയ്യവെയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം അച്ഛന്റെ ജീവൻ തട്ടിയെടുത്തത്. വിശ്വാസികളോട് സൗമ്യമായി പെരുമാറുന്ന ഏത് കാര്യത്തിലും സഹകരിക്കാൻ താല്പര്യമുള്ള അച്ഛന്റെ വേർപാട് ജർമ്മനിയിലെ മിറ്റേഴ്സ് സെന്റലിംഗ് ഉൾപ്പെടെയുള്ള ഇടവക സമൂഹത്തിന് വലിയ ആഘാതമായി. അച്ഛന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയുടെയും മ്യൂണിക് കോൺസുലേറ്റും സഭാ അധികൃതരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ജിജോ അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനൊപ്പം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഷോൺസ്റ്റാഡ് സഭയുടെയും ദുഃഖത്തിൽ പ്രവാസി ഓൺലൈൻ പങ്കുചേരുകയാണ്. ഒപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ഇതോടെ ബ്ലിറ്റ്സ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.